ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. കാണുന്നവര് മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇടിയപ്പത്തിന് വേണ്ടുന്ന അരി പൊടിച്ചെടുക്കണം. അതിന് ഇത് 1 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം കഴുകി ഊറ്റിയെടുത്തതാണ്. ഇതിന് ഒരു ബൗളിലേക്ക് അരിപ്പയിലൂടെ ഇടാം. വെള്ളം വാർന്നു പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നിരത്തി വെക്കാം. ഈ അരിപ്പയിലിടുന്നതിന് പകരം വേണമെങ്കിൽ നല്ല ഒരു ഉണങ്ങിയ കോട്ടൺ തുണിയിൽ കട്ടി വെച്ചാലും മതി. ഇതിനിങ്ങനെ നിരത്തി വെക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സ്ഥലമാണെങ്കിൽ AC ഇടാത്ത റൂമിൽ ഇങ്ങനെ നിരത്തി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഞാനിപ്പോ ഇത് ഡ്രൈ ആവാൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അധികം ഡ്രൈ ആവണ്ട, ചെറിയൊരു നനവ് ഉണ്ടായിരിക്കണം, എന്നാലും എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടും. ഇതിനി മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഇത് കുറച്ച് ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. ഒരു വട്ടം പൊടിച്ചെടുക്കാൻ വേണ്ടി ഇത്ര പോലെ ഇട്ടിട്ടുണ്ട്. നിറച്ചിടാൻ പാടില്ല. ഈ മിക്സിയിലെ ജാറിന്റെ പകുതി വരെ ഇടാൻ പാടുള്ളൂ. ഇതിനി നന്നായി പൊടിച്ചെടുക്കാം. ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അരിയും കൂടെ ഇതേപോലെ പൊടിച്ചെടുക്കാം. അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന് നല്ല നൈസായിട്ടുള്ള പൊടിയാ വേണ്ടത്. അതുകൊണ്ട് ഇത് ഏറ്റവും ചെറിയ ഹോളില് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇതാ ഞാനിപ്പോ എടുത്ത അരിപ്പ, ഇതാ നേരത്തെ ഹോളിലെ അരിപ്പയാണ്. ഇനി ഈ അരിപ്പൊടി ഈ അരിപ്പയിലൂടെ ഇട്ട് അരിച്ചെടുക്കാം. കുറച്ചായിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ച് ബാക്കിയുള്ളത് എല്ലാം കൂടെ അവസാനം വീണ്ടും പൊടിച്ച് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ പുട്ടുപൊടിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. അരിപ്പൊടി എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നല്ല നൈസ് ആയിട്ടുള്ള പൊടിയാണ്. ഇതാ ഇതിന് വറുത്തെടുക്കണം. അതിന് അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടാവുമ്പോ ഇതിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് വറുത്തെടുക്കാം. ഇതിന് ഇളക്കി വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കണം. ഇതിപ്പം വറുത്തിട്ടായിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇങ്ങനെ നല്ല ഡ്രൈ ആയാൽ മാത്രം മതി. വറുത്ത നല്ല മണം വരും. അന്നേരം തീ ഓഫ് ചെയ്ത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്ത അരിപ്പൊടിയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ചൊഴിക്കാം. ബാക്കിയുള്ള വെള്ളം ഈ അടുപ്പത്ത് തന്നെ തീ ഓഫ് ചെയ്യാതെ വെക്കാം. ഇത് കുഴച്ച് കഴിയുന്നവരെ അത് അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. തീ കുറച്ച് വെക്കാം. ഇത് കുഴക്കാം. തിളച്ച വെള്ളമായതുകൊണ്ട് കൈ കൊണ്ട് കുഴക്കാതെ ആദ്യം ഒരു തവി കൊണ്ട് കുഴക്കാം. വെള്ളം നോക്കി ആവശ്യത്തിന് ചേർക്കാം. വെള്ളം പോരാ, കുറച്ചുകൂടെ ചേർക്കണം. വീണ്ടും വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ബാക്കിയുള്ള വെള്ളം വീണ്ടും അടുപ്പത്ത് തന്നെ വെക്കാം. നോക്കി ഒഴിച്ചു കൊടുക്കാം. നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട്.
ഇതിപ്പം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. പാചകം പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം വെള്ളം തിളപ്പിച്ച് വെക്കാം. അരിപ്പൊടിയും കുറച്ചധികം എടുത്തു വെക്കാം. എന്നിട്ട് അഥവാ വെള്ളം അധികമാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം. വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ചൂട് കുറയുമ്പം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായി കുഴക്കാം. ചൂട് കുറയാൻ വേണ്ടി തുറന്നു വെക്കാൻ പാടില്ല, അടച്ചു വെക്കണം. തുറന്നു വെച്ചാൽ ഡ്രൈ ആവും, അപ്പം സോഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തന്നെ കുഴക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ അരിപ്പൊടി ഇങ്ങനെ പൊടിച്ച് വറുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ കുറച്ചധികം നാളത്തേക്ക് ഉപയോഗിക്കാം. ഇതിപ്പം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് കട്ടി വേണം, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിന്. അധികം ലൂസും ആവാൻ പാടില്ല, അധികം കട്ടിയും ആവാൻ പാടില്ല. ഇനി ഇടിയപ്പത്തിന്റെ അച്ചെടുക്കുക. എൻ്റെ ഇടിയപ്പത്തിന്റെ അച്ച് ഇതാണ്. ഇതിലേക്ക് ഇതിന്റെ നെറ്റ് ഇട്ട് കൊടുക്കുക. രണ്ട് തരം നെറ്റ് ഉണ്ടാവും. ഒന്ന് ചെറിയ ഹോളിലെ നെറ്റും ഒന്ന് വലിയ ഹോളിലെ നെറ്റും. ചെറിയ ഹോളിലെ നെറ്റായിരിക്കും നല്ലത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മാവിൽ നിന്നും കുറച്ചെടുത്ത് അച്ചിലേക്ക് നിറച്ചു കൊടുക്കുക. ഇതിന്റെ ഇത്ര ഭാഗം വരെ ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്യാം. ഇനി ഒരു ഇഡലി തട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ കുഴിയിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇടിയപ്പത്തിന്റെ അച്ച് ഈ കുഴീന്റെ നേരെ പിടിച്ച് മുകളിൽ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചു കൊടുക്കുക. ഇത് കൈ കൊണ്ടോ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള കുഴിയിലും കൂടെ ഇതേപോലെ തിരിച്ച് ഇടിയപ്പാക്കാം. ഏകദേശം സൈസിനാകുമ്പോൾ നിർത്താം. ഇപ്പം 5 ഇടിയപ്പത്തിന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ കുറച്ച് തേങ്ങ ചിരകിയത് ഇടാം. തേങ്ങ ചിരകിയത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേണമെങ്കിൽ അധികം ഇടാം. ഞാൻ കുറച്ച് ഇടല്ലോ. ഈ ഇടിയപ്പത്തിന്റെ അച്ചില് ഒരു വട്ടം നിറച്ചിട്ട് ഇത്രയും സൈസിനാക്കിയാൽ ഇതുപോലെ 5 എണ്ണേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ അടുപ്പത്ത് ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഈ ഇടിയപ്പത്തിന് ആക്കി വെച്ച് ഇതിലേക്ക് താഴ്ത്തി വെക്കാം. ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പം ഇടിയപ്പം ആവാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നെടുക്കാം. ഇപ്പൊ വെന്തിട്ടുണ്ടാവും. ഇനി പുറത്തേക്ക് എടുക്കാം. ഇടിയപ്പം വെന്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ലില്ലേ, നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, അറിയുന്നില്ല, നല്ല സോഫ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.